ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവാം കേട്ടോ. ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, വേളാങ്കണ്ണിക്ക് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി, ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാര്യം ഇഹാന് 10 വർഷം ഒരു നേർച്ച ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1-ാം വർഷം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ദസറയ്ക്ക് അവന് 10 ഡേയ്സ് ലീവുണ്ട്. അപ്പോൾ ആ വെക്കേഷന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാം കേട്ടോ. അപ്പോൾ ശിവയുടെ ഒരു ഫ്രണ്ടിൻ്റെ, അതായത് ഓഫീസ് കൊളീഗിൻ്റെ വീട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് ഞങ്ങൾ പോണേ. കാറിൽ കയറിയപ്പോൾ തന്നെ ഞാനും പിള്ളേരും ഉറങ്ങി കേട്ടോ. റിക്കു എൻ്റെ മടിയിലായിരിക്കും എപ്പോൾ ട്രാവൽ ചെയ്താലും അവൻ ഉറങ്ങുന്നത്. പിന്നെ ഇഹാൻ എപ്പോഴും ബാക്ക് സൈഡിൽ ഒരു ബെഡ് പോലെ ഞാൻ സെറ്റ് ചെയ്ത് അവിടെ ആയിരിക്കും അവൻ ഉറങ്ങാറ്. അവനവിടെ കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങിക്കോളും. പിന്നെ ഉറങ്ങി എണീറ്റപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ അവർ എഴുന്നേറ്റിട്ട് എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള തീരുമാനമാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി കുഴഞ്ഞതല്ലാതെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും തമിഴ്നാട് ആ റൂട്ട് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും കയറാറുള്ള ഒരു കടയാകട്ടെ ഇത്, നെല്ലൈ കരിപ്പട്ടി കാപ്പി എന്ന് പറഞ്ഞ്. അവരുടെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ കുറേ ഫേക്കും ഉണ്ട് കേട്ടോ. അതിൽ ഒരു ബ്രാഞ്ചിൽ കയറി ഞങ്ങൾ കരിപ്പട്ടി കാപ്പി കുടിക്കുകയാണ്. അതായത് നമ്മുടെ വൈറ്റ് ഷുഗറിന് പകരം അവർ കരിപ്പട്ടി യൂസ് ചെയ്ത് ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കാപ്പി വാങ്ങിച്ചു. പിന്നെ അവരുടെ തന്നെ ഒരു മുറുക്കും കൂടെ വാങ്ങിച്ച് ചെറിയ രീതിയിലുള്ള, അതായത് ഇഹാൻ ഉറക്കം എണീറ്റില്ല, അപ്പം ചെറിയ രീതിയിലുള്ള ഒരു വിശപ്പ് അടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാകട്ടോ. പക്ഷെ റിക്കു എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 7.5 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം ഒരു 20 മിനിറ്റ്സിൽ നമ്മൾ ലൊക്കേഷൻ റീച്ച് ആകും കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയില്ല, കാര്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ഇന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ അവരുടെ വീട്ടിൽ. അപ്പോൾ ഇന്ന് വിജയദശമി ആയതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി വെജിറ്റേറിയൻ ആണ് റെഡിയാക്കി വെച്ചത്. അവരുടെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സാമ്പാറും ഉരുളക്കിഴങ്ങും ക്യാബേജ് തോരനും പപ്പടവും പായസമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ലഞ്ചായിരുന്നു. ഇഹാന് പിന്നെ എവിടെ പോയാലും ഫ്രണ്ട്സിന് ക്ഷാമമില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇഹാനും റിക്കുവും പിന്നെ അവിടെ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും ട്രാക്ടറുണ്ട്. അപ്പം അവർ എല്ലാവരും കൃഷിയുണ്ട്, നെൽകൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ ഓട് എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലൊരു ഓടായിരുന്നു. ഹായ് പറഞ്ഞോ. ഹായ് 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 പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നാളെ ഞങ്ങൾ വേളാങ്കണ്ണി പോകും. നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ട്രാക്ടറുടെ ഇതാവും. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, പറയാൻ അറിയത്തില്ല. ഫുള്ള് മറ്റേ താമര കേട്ടോ, താമര. ഇത് നമ്മുടെ സാധാ നമ്മുടെ പായലില്ലേ, എന്തോ ഇതിന് പറയും, പൊള്ളലോ ഒരു ആ കിടക്കുന്ന ഫുള്ളും താമരയാണ്. പൊള്ള അത് തന്നെ, പൊള്ള എന്താ പറയും. ഹലോ ഗൈസ്. പിന്നെ വൈകിട്ടായപ്പോൾ ഒരു ട്രാക്ടറും അവരുടെ വാഹനങ്ങളും ഒക്കെ പൂജ വയ്ക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് വേളാങ്കണ്ണി പോവാണ്. രാവിലെ പോയാലേ ഞങ്ങൾക്ക് പള്ളിയിൽ 9 മണിക്ക് മലയാളം കുർബാനയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ തിരിച്ച് ബാംഗ്ലൂർ ഇറങ്ങാനാണ് പ്ലാൻ. ഇവിടെ പോയി
ഇവിടുന്ന് തമിഴ്നാട് ബോർഡർ തീരുവാണ്. നമ്മൾ പോണ്ടിച്ചേരി കണക്ട് ചെയ്താണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിലെന്നല്ല, എൻ്റെയും ശിവാടെയും ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും വേസ്റ്റ് ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. ഒരു റെസ്റ്റോറൻറ്റ്, ഒരു സരവണ ഭവനാട്ടെ ഒന്നും തന്നെ പോകുന്ന വഴിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ കടയിൽ ടേസ്റ്റ് ആയിരിക്കും ശിവ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചാണ്. കാര്യം പിള്ളേർ വിശന്നിരിക്കുമായിരുന്നു. ഞാൻ നിർബന്ധിച്ച് കയറ്റിയതാകട്ടോ ആ റെസ്റ്റോറൻ്റ് അല്ല, ഒരു ചെറിയൊരു കടയായിരുന്നു. അപ്പം ഞങ്ങൾ ഇഡ്ഡലിയും പൊങ്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി ഓർഡർ ചെയ്തു. അങ്ങനെ തന്നെ വെച്ചിട്ട് പോരേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. വെക്കേഷൻ സമയമായതുകൊണ്ടായിരിക്കണം ഭയങ്കര തിരക്കായിരുന്നു. ഇനിയിപ്പം ഇനി ഒരു 9 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പോകണം. 10 വർഷം നേർന്നതാണ് ഞാൻ. അതിൽ ഞാനൊരു തീരുമാനം എടുത്തത്, ഒരിക്കലും രാവിലെ വേളാങ്കണ്ണി പോകണ്ട എന്ന ഒരു തീരുമാനം എടുത്ത. കാര്യം അതുപോലത്തെ വെയിലായിരുന്നു. ഞങ്ങൾ ചെന്നപാട് തന്നെ എല്ലാവരും ഓരോ കരിക്ക് കുടിച്ചിട്ടാണ് കുർബാനയ്ക്ക് കയറിയത്. മലയാളം കുർബാന 9 മണിക്കാണ്, എല്ലാ ദിവസവും 9 മണിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ആരും ആലപ്പുഴ ഗ്യാങ് ഇല്ലാതെ ഞങ്ങൾ 4 പേരുമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കുർബാനയ്ക്ക് കയറി. എനിക്ക് എപ്പോഴും ഇഷ്ടം റിഹാന സെയിം ഡ്രസ്സ് ഇടുന്നതാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ സൈസ് കിട്ടാൻ ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. എന്നാലും മിക്കപ്പോഴും ഞാൻ 2 പേർക്കും മാച്ചിങ് ഡ്രസ്സായിരിക്കും എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അടിമ വെക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഇനി മിച്ചമുണ്ട്. അങ്ങനെ ഓരോ പള്ളിയിലും കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. വെയിൽ പോകാൻ നമുക്ക് ഭയങ്കര എരിച്ചിൽ, നമ്മുടെ ബോഡിയൊക്കെ ഒരുമാതിരി പൊള്ളുന്ന രീതിയിലുള്ളൊരു വെയിലായിരുന്നു. എല്ലാ പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. പിള്ളേർ ശരിക്കും ഡീഹൈഡ്രേറ്റ് ആയി. അപ്പം ഞങ്ങൾ പോകുന്ന വഴി പെട്രോൾ അടിച്ചു കേട്ടോ. നമ്മുടെ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് നമുക്കിവിടെ പോണ്ടിച്ചേരിയിൽ 6 rupees കുറവാണ് പെട്രോളിന്. അപ്പോൾ ഞങ്ങൾ കാറിന് വയറ് നിറച്ച് ആഹാരമൊക്കെ കൊടുത്ത് പിള്ളേർക്ക് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴി ഒരു ഐബാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് പോകുന്ന വഴി ഐബാക്കൊക്കെ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. ശിവ ഒരു ബബിൾ കം ഫ്ലേവറും ഇഹാൻ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചത് കേട്ടോ. അവർ കഴിക്കുന്ന കണ്ടിട്ട് എനിക്കും കൊതിയായി. ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെയിറ്റിട്ടൊക്കെ ഇരുന്നെങ്കിലും അവർ കഴിക്കണ കണ്ട് എനിക്ക് കൊതിയായപ്പോൾ ഞാൻ ശിവയോട് പറഞ്ഞു, ശിവ എന്നാൽ എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിച്ചേക്ക് എന്ന് പറഞ്ഞപ്പോൾ ശിവ എന്തിനാ ഇത്ര വെയിറ്റ് കാണിച്ചതെന്ന് പറഞ്ഞ് പുച്ഛത്തോടെ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഒരു ഹൽവ കട, ഒരു 90 വർഷം പഴക്കമുള്ള ഒരു ഹൽവ ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തിനാ അതുകൂടെ വിട്ടിട്ട് അതും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് 2 ഫ്ലേവർ ഹൽവയും വാങ്ങിച്ച് കുടിക്കാൻ കുറച്ച് വെള്ളവും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ശിവയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ എത്തി കേട്ടോ. അപ്പോൾ അവർ നല്ല അടിപൊളി ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ രാവിലെ തന്നെ പോയി കുറേ സീ ഫുഡൊക്കെ വാങ്ങിച്ച് ചെമ്മീനും ഞണ്ടും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു തമിഴ്നാട് സ്റ്റൈൽ ലഞ്ചും കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ റിട്ടേൺ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. തിരിച്ച് വന്നു, ഫുഡ് പാഴ്സൽ എടുത്തു കേട്ടോ. ഞങ്ങളുടെ ഇത്രേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ, പച്ചക്കറികൾ വെച്ചിട്ട് സവോള, ക്യാരറ്റ്, പിന്നെ ഇത് റിക്കൂന് കൊടുക്കാനുള്ള ഫുഡ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള പനം കൽക്കണ്ടം, പിന്നെ ഇതെന്താ ഇത് മറ്റേ എന്താണ് എന്തോ സാധനം, പിന്നെ ഇത് ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സ്,
ഇത് കറിവേപ്പില കൊണ്ടുണ്ടാക്കിയൊരു മുറുക്ക്, പിന്നെ നമ്മുടെ വെണ്ടക്കാടെ ഒരു ചിപ്സ് വാങ്ങിച്ചു, പിന്നെ ഇത് കപ്പലണ്ടി മിഠായി, അത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ കിട്ടത്തില്ല അങ്ങനത്തെ ഒരു മിഠായി, പിന്നെ റിക്കുവിനൊരു ആൽമണ്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. ബൈ പറഞ്ഞ റിക്കു, ബൈ പറഞ്ഞ.